സ്റ്റഡീസിന് ശേഷം ജോബാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്രഷറായി നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മിക്കപ്പോഴും കമ്പനി എക്സ്പീരിയൻസ് ആവശ്യപ്പെടാറുണ്ട്. ഒരു ഫ്രഷറായി നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. 2026 നമ്മുടെ നോർമൽ ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വർക്ക് ഫ്ലോ സ്റ്റെപ്സും നിങ്ങൾ ഇന്റേൺഷിപ്പ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. സ്പെസിഫിക് ജോബ് റോളിനനുസരിച്ചുള്ള റെസ്യൂമെ ബിൽഡ് ചെയ്യുക, കമ്പനീസിനെ മൾട്ടിപ്പിൾ കമ്പനീസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക, കമ്പനി റിസർച്ച് ചെയ്യുക, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള കവർ ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക. ഈ എല്ലാ സ്റ്റെപ്സിനും നമുക്ക് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിരിക്കും വൺ ബൈ വൺ ചെയ്യാനായിട്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റെപ്സിലെല്ലാം ഒരു AI ടൂൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് ഈ ടൈമിനെ കൺസ്യൂം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. സോ നമ്മുടെ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ജോബ് റോള് നമുക്ക് റെസ്യൂമെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് ഫോർച്യൂൺ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, ക്വാൾകോം, ആക്സെഞ്ചർ തുടങ്ങിയ കമ്പനീസ് എല്ലാം AI ടൂൾസ് ആയിട്ടുള്ള ഹാക്കർ എർത്ത് അല്ലെങ്കിൽ അവക്കാഡോ ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഒരു സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് വരെ അതിൽ നടത്തുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ ഒരു ATS സ്ക്രീനിങ്ങിനെ പാസ് ചെയ്യുന്ന ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 50 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ആണ് ആനുവലി ഇന്ത്യയിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആയിട്ടുള്ള AI ML അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള പൊസിഷനിൽ തന്നെ ഒരു കമ്പനിയിൽ 10 to 20 പൊസിഷൻസിന് വരെ 500 to 1500 ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. സോ സ്റ്റുഡൻസ് ഇവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എവ്രിവെയർ അപ്ലൈ ചെയ്യുക എന്നുള്ളതിന് പകരം വളരെ സ്മാർട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കമ്പനീസിനെ കറക്റ്റായിട്ട് മൾട്ടിപ്പിൾ കമ്പനീസിൽ നിന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ കമ്പനി റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഒന്ന്, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്പനിയെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അവിടെ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്യൂമയുടെ കൂടെ കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഇൻഫോയെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലേർഡ് ആയിട്ടുള്ള കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ഈ കമ്പനി റിസർച്ച് വേണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ലിങ്ക്ഡിൻ യൂസ് ചെയ്യാറുണ്ട്. ലിങ്ക്ഡിനിൽ കൂടെ തന്നെ നമ്മൾ ജോബ് സെർച്ച് ചെയ്യാറുമുണ്ട്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുമുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേയിൽ ഏജന്റിക് AI ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ലിങ്ക്ഡിനിൽ തന്നെ ജോബ് സെർച്ച് നടത്താവുന്നതാണ് 10 times ഫാസ്റ്റർ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും. ഫോർ എക്സാമ്പിൾ, പെർപ്ലെക്സിറ്റി AIയിലെ കോമറ്റ് ബ്രൗസർ യൂസ് ചെയ്ത് നമുക്ക് ഈ ടാസ്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കോമറ്റ് ബ്രൗസർ. അതിൽ ഞാൻ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തേക്കുകയാണ്. ഓക്കെ, നമുക്കിനി എല്ലാ AI ടൂള് കറക്റ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റിൻ്റെ നീഡറുണ്ട്. സോ ഞാനിവിടെ കറക്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു പ്രൊഫൈലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സ് ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ കോമറ്റിൻ്റെ അസിസ്റ്റൻസ് ചോദിക്കുന്നു. ഞാനിവിടെ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഞാനിപ്പം അതിനോട് പറയുകയാണ് ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം 15 AI ML കമ്പനീസിനെ ടോപ്പ് Tier 2 കോളേജസിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഹയർ ചെയ്യുന്ന കമ്പനീസിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു 5 ജോബ്സ് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഫിറ്റ്മെൻറ്റും തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ് ഫസ്റ്റ്, അങ്ങനെ ഒരു റാങ്കിങ് പോലെ ആയിട്ടുള്ള ഡേറ്റ തരാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡേറ്റാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടതിനനുസരിച്ച് എന്താണ്, ആരാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന് ബെസ്റ്റ് ഫിറ്റായിട്ടുള്ള അവിടെ നിന്നുള്ള ജോബ് റോൾസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ AI ML ഇൻറ്റേൺ പറഞ്ഞിട്ടുണ്ട്, ദെൻ ഡേറ്റ അനലിസ്റ്റ് ഇൻറ്റേൺ പറഞ്ഞിട്ടുണ്ട്, പൈത്തൺ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ AI ML ചോദിച്ചത് കൊണ്ടാണ് അത് തന്നേക്കുന്നത്. ബട്ട് എൻ്റെ പ്രൊഫൈലിനനുസരിച്ച്, ഈ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലിനനുസരിച്ച് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഫിറ്റായിട്ടുള്ള ജോബ് എഗെയിൻ പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ് ഇൻറ്റേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഫിറ്റ്മെൻറ്റ് നമുക്ക് തന്നേക്കുന്നത്. 88% തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ 15 കമ്പനീസ് ഏതൊക്കെ ടാർഗറ്റ് ചെയ്യാം ട്രിവാൻഡ്രത്തു എന്നുള്ളതെന്ന് സ്പെസിഫിക്കലി ടാർഗറ്റഡ് ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. EY, റിലയൻസ് ജിയോ, TCS, AMT, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു 15 കമ്പനീസിൻ്റെ ജോബ് നമുക്ക് ലിങ്ക് തന്നിട്ടുണ്ട്. ദെൻ എന്തുകൊണ്ടാണ്, ഏതൊക്കെ റോൾസാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ചോദിച്ചത് AI ML ഇൻറ്റേൺ ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഫസ്റ്റ് റോള് ഈ ഒരു പ്രൊഫൈലിന് വെബ് ഡെവലപ്മെൻറ്റ് ഇൻറ്റേൺ ആണെന്നുള്ളത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ പ്രൊഫൈൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഈ കൊടുത്തേക്കുന്ന പ്രൊഫൈൽ, ഇത് വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്. ജസ്റ്റ് ബേസിക് ഡേറ്റാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അവിടെ എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് പ്രൊഫൈലിൽ അവിടെ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ആവുന്നുണ്ട്.
ഫോർ എൻ എക്സ്റ്റെൻഡ്. ഓക്കെ, റോൾസിൽ നിന്ന് നമുക്ക് സ്ട്രോങ് വിസിബിൾ പ്രോജക്റ്റ്, അത് ഈ ഒരു ജോബ് റോള് സ്പെസിഫിക് AI/MLന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വിസിബിളായിട്ടുള്ള പ്രൊജക്ട്സ് ആഡ് ചെയ്യാനായിട്ട് റെസ്യൂമേയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു റോള് നിങ്ങൾ ചൂസ് ചെയ്യാണ്. സോ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഫിറ്റ്മെൻറ്റ് തന്നേക്കുന്ന 88% കൊടുത്തേക്കുന്ന റോളാണ്. അപ്പം ഇതിൽ എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കമ്പനി എനിക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ TCS സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ EY ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, EYയിലേക്ക് വന്നേക്കുന്ന എൻട്രി ലെവൽ ഓപ്പണിംഗ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനുള്ള ലിങ്കാണ് എനിക്കിവിടെ ഡയറക്റ്റ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റുഡൻറ്റ് എൻട്രി ലെവൽ പ്രോഗ്രാമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ജോബിനെ പറ്റിയുള്ള, ഇന്റേൺഷിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്ലേസ്മെൻറ്റ്, വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം, അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് ആ ഒരു സ്പെസിഫിക് കമ്പനിയിലേക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ജോബ് റോൾസ് ഇവിടെ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നമുക്ക് ജോബ് റോളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോബ് എടുത്ത് അതിൻ്റെ ഒരു സ്പെസിഫിക് കീക്ക് അനുസരിച്ച് നമുക്ക് ജോബ് റോളിൽ ടൈലർ ചെയ്യാവുന്നതാണ്. നമ്മുടെ റെസ്യൂമെ അതിനനുസരിച്ച് നമുക്ക് ടൈലർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുത്ത ജോബ് റോളിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെമിനൈയുടെ ക്യാൻവ എന്നുള്ളൊരു ഓപ്ഷൻ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കസ്റ്റം ബിൽറ്റ് ആയിട്ടുള്ളൊരു ഫീലുള്ള ഒരു റെസ്യൂമെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ജെമിനിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോർ ടൂൾസിൽ ക്യാൻവാസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് കൊടുക്കേണ്ടത് എൻ്റെ റെസ്യൂമയുടെ ഒരു കോപ്പി ഫീഡ് ചെയ്യണം. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റോളിന് വേണ്ടിയിട്ടുള്ള JD ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ നമുക്ക് പ്രോംപ്റ്റിൻ്റെ ഏരിയയിൽ ഫീഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മുടെ അധികം വർക്ക് അല്ലാത്ത ഒരു ഡോക്യുമെൻ്റ് റെസ്യൂമേ ഉണ്ട്. ആ ഡോക്യുമെൻ്റ് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കോപ്പി ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കോപ്പി ചെയ്യുക, കറണ്ട് റെസ്യൂമേയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ റെസ്യൂമേ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റോളിനനുസരിച്ച് വേണം നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ആ ഒരു EY കമ്പനിയിൽ സ്പെസിഫിക് ഒരു ജോബ് റോളിന് വേണ്ടിയിട്ടുള്ള വെബ് ഡെവലപ്പറിന് വേണ്ടി ജോബ് റോളിനുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇത് ഇത്രയും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റയും കൂടെ എന്താണോ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റോള് അതിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമേയും JDയും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോംപ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. കൊടുത്തിരിക്കുന്ന JD യൂസ് ചെയ്ത് ആ റെസ്യൂമെ ഒപ്റ്റിമൈസ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കുറച്ച് ടൈമിന് ശേഷം ഇവിടെ ഒരു ഡീപ്പ് തിങ്കിങ്ങിന് ശേഷമാണ് ജെമിനി നമുക്കിവിടെ ഒരു റിസൾട്ട് തന്നേക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു റെസ്യൂമെ ആയിരുന്നു. അതിനെ റിവർക്ക് ചെയ്ത് ഒരു 1 പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോമാറ്റൊക്കെ നേരത്തേതിനെക്കാട്ടി വളരെ നീറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഗിറ്റ്ഹിബ് പ്രൊഫൈലൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടെക്നിക്കൽ സ്കിൽസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻസ്, റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഈ ഡേറ്റാസ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു AI ടൂളുണ്ട്, നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ജെമിനിയുടെ ഒരു AI ടൂളാണ് ഇത് തന്നെ. ഇതിൽ നമുക്ക് വെബ്സൈറ്റ്സ് കൊടുത്തോ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പോസ്റ്റ് ചെയ്തോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിൽ തന്നെ ആൻസർ കൊടുത്ത് ആ ആൻസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ ആഡ് സോഴ്സ് കൊടുക്കുകയാണ്. ആഡ് സോഴ്സിനകത്തിൽ ഞാൻ വെബ് ത്രൂ ഉള്ള കുറച്ച് ലിങ്ക്സ് ഞാനിപ്പോൾ ഓൾറെഡി ഈ ഒരു നമ്മളിപ്പം ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുന്ന വെബ് ഡെവലപ്പറിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് റോൾസിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉള്ള കുറച്ച് സൈറ്റ്സ് ആണ് ഈ എടുത്തേക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കൊടുത്ത സൈറ്റ്സിൽ നിന്ന് ഓൾറെഡി ഡേറ്റാസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെല്ലാം സൈറ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ടാസ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ് കോമൺ CSSൻ്റെ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണോ, ടു ഇൻറ്ററാക്ട് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണോ,
അല്ലെന്നുണ്ടെങ്കിൽ പേജ് പെർഫോമൻസ് ടെക്നിക്കൽ റൗണ്ടിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സിംപ്ലി ആസ്ക് മീ സം ഇൻ്റർവ്യൂ ക്വിസ് എന്ന് മാത്രം കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏത് പാത്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങളുടെ റെപ്പറ്റേറ്റീവ് വർക്കിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. സോ സ്റ്റുഡൻസിന് നിങ്ങളുടെ സോൾ ആയിട്ടുള്ള ഫോക്കസും എനർജിയും ലേണിങ്ങിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഗോണ വിൻ ഇൻ 2026 ആൻഡ് അഹെഡ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.